ഹലോ നമസ്കാരം. ഇറാനെതിരായ ആക്രമണത്തിൽ ആരുടെയും സഹായം വേണ്ടെന്ന് അമർഷത്തോടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്തുകൊണ്ടാണ് നെതന്യാഹു ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? അമേരിക്കയുടെ പുതിയ നീക്കത്തിൽ നെതന്യാഹു പ്രകോപിതനാണോ? ഉഗ്രശേഷിയുള്ള ഒട്ടേറെ പോർമുഖങ്ങളുള്ള പുത്തൻ മിസൈലുകളുമായി ഇറാൻ നടത്തുന്ന തിരിച്ചടികൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? എന്താണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഡെവലപ്മെന്റുകൾ എന്ന് നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിൽ. ഇറാനെതിരായ ആക്രമണത്തിൽ കാര്യങ്ങൾ ഇസ്രയേലിന്റെ കൈവിട്ടു പോയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നെതന്യാഹുവിനെയും കൂട്ടരെയും ഏറ്റവും അധികം അസ്വസ്ഥരാക്കുന്നത് അമേരിക്കയുടെ പിന്മാറ്റം തന്നെയാണ്. അമേരിക്ക ഉടനെ തന്നെ ഇറാനെതിരായ ആക്രമണത്തിന് ഒപ്പം ചേരുമെന്നാണ് ഇസ്രയേൽ വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഇറാനെതിരായ നീക്കത്തിൽ നിന്ന് ട്രംപ് പിന്നോട്ടു പോയിരിക്കുന്ന ഒരു നിലയാണുള്ളത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണമോ വേണ്ടയോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനം പറയാമെന്നാണ് വൈറ്റ് ഹൗസ് ഒടുവിൽ അറിയിക്കുന്നത്. സൈനിക നടപടിക്ക് മുമ്പായി നയതന്ത്ര ശ്രമം തുടരാനാണ് ട്രംപിന്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. മാത്രമല്ല, ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ നിന്ന് അമേരിക്കൻ പോർ വിമാനങ്ങൾ പിൻവാങ്ങുകയും ചെയ്തു. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുമെന്നും ട്രംപ് നേരത്തെ സൂചന നൽകിയിരുന്നു. ആ നിലപാടിൽ നിന്നാണ് ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് റഷ്യയുടെ മുന്നറിയിപ്പാണ്. അമേരിക്ക ഇസ്രയേലിനൊപ്പം ഇറങ്ങിയാൽ തങ്ങൾ ഇറാനൊപ്പം ഇറങ്ങുമെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം റഷ്യ നൽകിയത്. മാത്രമല്ല, ഇറാൻ സഹായം ചോദിച്ചാൽ ഉറപ്പായും നൽകുമെന്ന് പിന്നാലെ പുടിന്റെ പ്രസ്താവനയും വന്നു. അതായത് ഇതുവരെ ഇറാൻ സഹായമൊന്നും ചോദിച്ചിട്ടില്ല. ഇസ്രയേൽ ആക്രമണത്തെ ഒറ്റയ്ക്ക് നേരിടാമെന്ന അഭിമാന തീരുമാനത്തിലാണ് അവരുള്ളത്. പക്ഷേ ഇറാൻ സഹായം ചോദിച്ചാൽ ഉറപ്പായും കൊടുക്കുമെന്നാണ് പുടിൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, ചൈനയും ഇറാനു വേണ്ടി രംഗത്ത് വന്നിരുന്നു. എന്തുകൊണ്ട് സമവായ ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് ഈ രണ്ട് രാജ്യങ്ങൾ, അതായത് റഷ്യയും ചൈനയും ചോദിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പിന്മാറ്റം എന്നതാണ് ശ്രദ്ധേയം. ഇതാണ് നെതന്യാഹുവിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും, അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണ് എന്നാണ് നെതന്യാഹു അമർഷത്തോടെ പറഞ്ഞത്. മാത്രമല്ല, നേരത്തെയുള്ള ചില നിലപാടുകളിൽ നിന്ന് നെതന്യാഹു പിന്നോട്ടു പോകുന്നതും കണ്ടു. ഷിയ ഭരണകൂടത്തെ മാറ്റുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഇറാനിലെ അധികാരമാറ്റം ഔദ്യോഗികമായി ലക്ഷ്യമിടുന്നില്ല എന്നാണ്. പക്ഷേ അന്തിമ ഫലം അതായിരിക്കും. അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നും നെതന്യാഹു പറയുന്നു. നെതന്യാഹുവിന്റെ നിലപാട് മാറ്റത്തിലും റഷ്യൻ മുന്നറിയിപ്പിന്റെ പ്രതിഫലനം ഉണ്ടെന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. അതായത് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ വലിയ പ്രതികരണത്തിന് വരാത്ത റഷ്യ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഖൊമേനിയെ വധിക്കുമെന്നും ഇറാനിലെ ഷിയ ഭരണകൂടത്തെ ഇല്ലാതാക്കുമെന്നും നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെയാണ് റഷ്യ ഇറാന് വേണ്ടി രംഗത്തിറങ്ങിയത്. ഇതാണ് ആ നിർണായക പോയിന്റ്. പശ്ചിമേഷ്യയിലെ റഷ്യയുടെ ഒരേ ഒരു പിടിവള്ളിയാണ് ഇറാനിലെ ഷിയ ഭരണം. അതുകൂടി ഇല്ലാതാക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ജിയോ പൊളിറ്റിക്സിന്റെ വിശദമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അതായത് ഇറാൻ ഭരണം അട്ടിമറിക്കുക ലക്ഷ്യമല്ലെന്ന സന്ദേശം റഷ്യക്ക് നൽകുകയാണ് പുതിയ പ്രസ്താവനയിലൂടെ നെതന്യാഹു ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു അവസ്ഥയിലാണ് ഇസ്രയേൽ ഇപ്പോഴുള്ളത്. കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ ഓരോ ദിവസവും നടത്തുന്നത്. അയൺ ഡോമിനെയും ആരോയെയും ഒക്കെ മറികടന്ന് ഇറാൻ മിസൈൽ പതിച്ചത് തെക്കൻ ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ബീർബഷയിലെ സൊറോക്കോ മെഡിക്കൽ സെന്ററിലാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിക്ക് അടുത്ത് പ്രവർത്തിക്കുന്ന സൈനിക ഇന്റലിജൻസ് കേന്ദ്രത്തെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് ഇറാൻ വിശദീകരിക്കുന്നത്. ഗാസയിലെ ആശുപത്രികൾ ഒന്നാകെ തകർത്തെറിഞ്ഞ് രോഗികളെ പോലും കൊന്നുതള്ളിയ ഇസ്രയേൽ ആശുപത്രികൾ തകർക്കപ്പെടുന്നതിന്റെ വേദന മനസ്സിലാക്കട്ടെ എന്നാണ് ചില അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ ഇസ്രയേൽ നടക്കുന്ന സംഭവ വികാസങ്ങളോട് പ്രതികരിച്ചത്. ഉഗ്രശേഷിയുള്ള സാങ്കേതികമായി പുത്തൻ രീതിയിലുള്ള മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിടുന്നത്. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളായ ഫത്തയ്ക്കും മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളായ സെജിലിനും ഖൈബർ ബസ്റ്ററിനും പുറമെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈലുകളും ഇറാൻ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ചു എന്നാണ് ഇസ്രയേലിന്റെ സൈന്യം തന്നെ പറയുന്നത്. 80ഓളം പോർമുഖങ്ങളുള്ള മിസൈലുകൾ പ്രയോഗിച്ചതായി കഴിഞ്ഞ ദിവസം ഇറാൻ സേനാവൃത്തങ്ങളും വ്യക്തമാക്കിയിരുന്നു. ഇറാൻ ഇതുവരെ ഏകദേശം 400 മിസൈലുകൾ ഇസ്രയേലിന് മേൽ പ്രയോഗിച്ചു എന്നാണ് കണക്ക്. ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ അയൺ ഡോം പോലുള്ള മിസൈൽ വേദ സംവിധാനത്തിൽ ആവശ്യത്തിന് മിസൈലുകൾ ഇല്ലാത്തതും ഇസ്രയേൽ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്.
അമേരിക്കയുടെ ആയുധങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ കിട്ടാത്ത സാഹചര്യം ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതല്ല, ഇസ്രയേലിലേക്ക് വൻതോതിൽ ആയുധങ്ങൾ എത്തിക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണ കേന്ദ്രങ്ങൾ മിക്കതും തകർത്തു എന്നാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവകാശപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലി നഗരങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി കുറഞ്ഞു എന്നായിരുന്നു വിലയിരുത്തിയത്. ആ ധാരണയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ കനത്ത ആക്രമണം ഉണ്ടായത്. ടെൽ അവീവ്, റംഗാൻ, ഹോളോൺ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ഇറാന്റെ മിസൈലുകൾ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇറാന്റെ മിസൈൽ ആക്രമണ സംവിധാനങ്ങളെ തകർക്കാൻ ബങ്കർ ബ്ലാസ്റ്റിംഗ് ബോംബുകൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടും അമേരിക്ക ഇതുവരെ അത് നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം നെതന്യാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഇറാൻ ആക്രമിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കാനെത്തിയ നെതന്യാഹുവിന്റെ ശരീരഭാഷയിൽ പതിവ് ആത്മവിശ്വാസം കാണാനായില്ല എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നു. ഇറാൻ കാരണം ഇസ്രയേലികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നതെന്ന് നെതന്യാഹു ആ ഒരു സ്ഥലം കണ്ട ശേഷം പ്രതികരിച്ചു. തൻ്റെ മകന്റെ വിവാഹം പോലും മാറ്റിവെച്ചെന്നും അദ്ദേഹം അവിടെ പറഞ്ഞു. ഈ പരാമർശം വലിയ രീതിയിൽ ഇസ്രയേലിൽ വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. ഇസ്രയേലി പൗരന്മാരുടെ ജീവൻ തന്നെ നഷ്ടമാകുമ്പോൾ നെതന്യാഹുവിൻ്റെ മകന്റെ വിവാഹം മാറ്റിവെച്ചതാണോ വലിയ കാര്യമെന്നാണ് നെതന്യാഹുവിൻ്റെ വിമർശകർ ചോദിക്കുന്നത്. ഇറാനെ പ്രകോപിപ്പിച്ചതിൽ ഇസ്രയേലി പൗരന്മാരും വലിയ പ്രതിഷേധത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേലി സേനയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ ദൃശ്യങ്ങളും എക്സ് ഹാൻഡിലുകളിൽ കാണാവുന്നതാണ്. സാഹചര്യം വളരെ മോശമാണ്. ഇതോടെ പല രാജ്യങ്ങളും ഇസ്രയേലിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ ഒരു നീക്കം നടത്തുന്നു എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന ഇസ്രയേലി നഗരങ്ങളിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇറാന്റെ ആണവ റിയാക്ടറുകൾ തകർത്തു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ലക്ഷ്യമാക്കിയും ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരെ നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണ ശ്രമങ്ങളെ നിർവീര്യമാക്കുന്നു എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്തായാലും റഷ്യയുടെ മുന്നറിയിപ്പ് കാരണം സംഘർഷ സാഹചര്യത്തിൽ കുറച്ച് അയവ് വന്നിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളെ മുൻനിർത്തി ഇറാനുമായി ചർച്ചയ്ക്കാണ് അമേരിക്ക ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മധ്യസ്ഥ ശ്രമത്തിന് UAE ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് റഷ്യയും ചൈനയും നിലപാടെടുത്തിട്ടുമുണ്ട്. നിലവിൽ റഷ്യയുടെ മുന്നറിയിപ്പിൽ പിന്മാറിയെങ്കിലും അമേരിക്കയുടേത് താൽക്കാലിക നീക്കമാകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഇറാനെതിരായ സൈനിക നടപടികളിൽ അമേരിക്ക വരും ദിവസങ്ങളിൽ നേരിട്ട് പങ്കാളിയാകുക തന്നെ ചെയ്യുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം കരുതുന്നത്. അങ്ങനെയെങ്കിൽ റഷ്യയും ചൈനയും വെറുതെ ഇരിക്കില്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. അതിനിടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ തേടി ഇറാൻ വിദേശകാര്യമന്ത്രി യൂറോപ്പിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പുടിനുമായും ഇറാൻ വിദേശകാര്യമന്ത്രി സംസാരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആ രീതിയിലാണ് സൂചനകൾ. അതിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചില മനംമാറ്റ സൂചനകൾ നൽകുന്നുണ്ട്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിൻ്റെ ന്യായീകരണത്തിൽ സംശയമുണ്ടെന്നാണ് കീർ സ്റ്റാമർ ഒരു അഭിമുഖത്തിനിടയ്ക്ക് പറയുന്നത്. അത് പക്ഷേ ബ്രിട്ടന്റെ ഔദ്യോഗിക നിലപാടല്ല, അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞതാണെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഇറാനിലെ ഇസ്രയേൽ അമേരിക്കൻ നടപടികളിൽ കടുത്ത അമർഷമുണ്ടെന്നുള്ള സൂചനകളാണ് ഇത് നൽകുന്നതെന്നാണ് ഈ അന്താരാഷ്ട്ര രംഗം നിരീക്ഷിക്കുന്നവർ പറയുന്നത്. യൂറോപ്യൻ സമ്മർദ്ദവും ഉയർന്നു വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം, അല്ലെങ്കിൽ പ്രത്യാശിക്കാം. അതിലൂടെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം തന്നെ ഇല്ലാതാകട്ടെ. ആര് നടത്തുന്നതായാലും മനുഷ്യർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല, യുദ്ധത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതിപ്പോൾ പലസ്തീനിലായാലും ഇറാനിലായാലും ഇസ്രയേലിലായാലും മനുഷ്യർ മരിക്കുന്നതിനെ നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ യുദ്ധം, സംഘർഷ സാഹചര്യം, അതിനെയൊന്നും ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. സംഘർഷങ്ങളില്ലാത്ത ലോകമാണ് വേണ്ടത് എന്നുള്ളതാണ് നിലപാട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം.